മിശിഹ അനുകരണം പുസ്തകം 1 അധ്യായം 13. പ്രലോഭനങ്ങളെ പ്രതിരോധിക്കുന്നതിനെക്കുറിച്ച്. അഗ്നി ഇരുമ്പിൻ്റെ സ്വഭാവം തെളിയിക്കുന്നു. പ്രലോഭനം നീതിമാൻ്റെയും. നമ്മുടെ കഴിവ് എത്രമാത്രമെന്ന് നാം പലപ്പോഴും അറിയുന്നില്ല. എന്നാൽ പ്രലോഭനം നാം എങ്ങനെയുള്ളവരാണെന്ന് വെളിപ്പെടുത്തുന്നു. പ്രലോഭനത്തിൻ്റെ ആരംഭത്തിൽ നാം പ്രത്യേകം സൂക്ഷിക്കണം. ശത്രു മനസ്സിൻ്റെ വാതിൽ കടന്ന് അകത്ത് പ്രവേശിക്കാൻ സമ്മതിക്കരുത്. അവൻ വാതിൽക്കൽ മുട്ടുന്ന സമയത്തു തന്നെ എതിർത്താൽ എളുപ്പത്തിൽ അവനെ തോൽപ്പിക്കാം. ആരംഭത്തിൽ തന്നെ തടയുക. ശക്തിപ്പെടുന്തോറും സൗഖ്യം വൈകും. ചികിത്സ വൈകി രോഗം മൂർച്ഛിച്ചാൽ ഔഷധങ്ങൾ നിഷ്ഫലമാകും. ആദ്യം മനസ്സിൽ വെറുമൊരു വിചാരമുണ്ടാകുന്നു. അത് ഉടൻ ശക്തമായ ഭാവനയായി മാറുന്നു. അനന്തരം ആനന്ദവും ദുശ്ചലനങ്ങളും ഒടുവിൽ സമ്മതവും വന്നുചേരുന്നു. ആരംഭത്തിൽ തന്നെ നാം എതിർക്കാതിരിക്കുകയാണെങ്കിൽ പിശാച് അല്പാൽപമായി നമ്മിൽ കയറിപ്പറ്റുന്നു. ഒരുവൻ കൂടുതൽ ഉദാസീനനാകുന്നതനുസരിച്ച് അവൻ ദിനംപ്രതി കൂടുതൽ ദുർബലനാകുന്നു. ശത്രു അവൻ്റെ മേൽ പ്രബലപ്പെടുകയും ചെയ്യുന്നു. ചിലർക്ക് തങ്ങളുടെ പുണ്യത്തിൻ്റെ ആരംഭത്തിൽ കഠിനമായ പ്രലോഭനങ്ങളുണ്ടാകുന്നു. മറ്റു ചിലർക്ക് അവസാനത്തിലും, വേറെ ചിലർക്ക് ജീവിതകാലം മുഴുവനും ദൈവപരിപാലനയുടെ നീതിയും ജ്ഞാനവുമനുസരിച്ച് ചിലർക്ക് ലഘുവായ പ്രലോഭനങ്ങളെ ഉണ്ടാകുന്നുള്ളൂ. ദൈവം മനുഷ്യൻ്റെ സ്ഥിതിയും യോഗ്യതകളും കണക്കിലെടുത്ത് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ രക്ഷയ്ക്ക് വേണ്ടി സമസ്തവും മുൻകൂട്ടി ക്രമീകരിക്കപ്പെടുത്തുന്നു. ആകയാൽ പ്രലോഭനങ്ങളുണ്ടാകുമ്പോൾ നാം നിരാശപ്പെടരുത്. പകരം ഓരോ പരീക്ഷണത്തിലും സഹായത്തിനായി ദൈവത്തോട് തീഷ്ണതയോടെ നാം പ്രാർത്ഥിക്കണം. പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ വേണ്ട ശക്തി ദൈവം തരുമെന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു. എല്ലാ പ്രലോഭനങ്ങളിലും പരീക്ഷണങ്ങളിലും ദൈവത്തിൻ്റെ തൃക്കരങ്ങളുടെ കീഴിൽ നമ്മുടെ ആത്മാക്കളെ എളിമപ്പെടുത്തണം. എളിമയുള്ളവരെ ദൈവം രക്ഷിച്ചുയർത്തും. ഒരുവൻ എത്രമാത്രം പുരോഗതിയും യോഗ്യതയും പുണ്യാഭിവൃദ്ധിയും നേടിയെന്ന് പ്രലോഭനങ്ങളിലും പരീക്ഷണങ്ങളിലും വെളിപ്പെടുന്നു. പാവനാത്മാവെ വരിക വേഗം, ദാസരിലെന്നും വസിച്ചിടേണം. പാവനാത്മാവെ വരിക വേഗം, ദാസരിലെന്നും വസിച്ചിടേണം. നിന്നാലെ നിർമ്മിതമായ വൃത്തിൽ ദിവ്യപ്രസാദം നിറച്ചിടേണം. നിന്നാലെ നിർമ്മിതമായ വൃത്തിൽ ദിവ്യപ്രസാദം നിറച്ചിടേണം. ആശ്വാസദായക പാവനാത്മാ, ദൈവീക ദാനവും സ്നേഹവും നീ, ജീവൻ തരുന്നൊരരുവിയും നീ, അഗ്നി നീ, ആത്മാവിൽ ലേപനവും നീ. പ്രഭയോലും സമുദ്രതാരമേ സ്വസ്തി, ദൈവമാതീ നീ അനുഗ്രഹീത. പാപലേശമേശിടാത്ത കന്യേ ധന്യേ, സ്വർഗവിശ്രാന്തി തൻ കവാടമേ നീ. ഗബ്രിയേലന്ന് സ്വസ്തി ചൊല്ലി, മോദമോടതു നീ സ്വീകരിച്ചു. ശാന്തിയുറപ്പേകിയല്ലോ ഹവ്വതൻ നാമം മാറ്റി കുറിച്ചതന്നേ. സമുദ്രതാരമേ സ്വസ്തി, ദൈവമാതീ നീ അനുഗ്രഹീത. പാപലേശമേശിടാത്ത കന്യേ ധന്യേ, സ്വർഗവിശ്രാന്തി തൻ കവാടമേ നീ.
ചങ്ങല പൊട്ടിച്ചെറിയൂ നീ, അന്ധതയിൽ ജ്യോതിസാകുതായേ. സർവരോഗവും അകറ്റണേ അമ്മേ, സമ്പൂർണ്ണമോദം യാചിപ്പൂ ഞങ്ങൾ. പ്രഭയോനം സമുദ്രതാരമേ സ്വസ്തി. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ.